ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 15 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. തത് അത്, അതായത് പരമാത്മാവ്, ക്ഷേത്രജ്ഞൻ. ഭൂതാനാം ഭൂതജാലങ്ങളുടെ, ബഹിർ അന്തശ്ച പുറത്തും ഉള്ളിലും ഉണ്ട്, അചരം ചരം ഏവച ചരിക്കുന്നവയിലും ചരിക്കാത്തവയിലുമുണ്ട്, സൂക്ഷ്മത്വാത് സൂക്ഷ്മമായത് കാരണം, അവിജ്ഞേയം ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമാണ്, തത് അത് ദൂരസ്ഥം ച ദൂരത്തുമാണ്, അന്തികേ ച സമീപത്തുമാണ്. ദൂരത്തുമുണ്ട്, സമീപത്തുമുണ്ട്. പരമാത്മാവിനെപ്പറ്റി ഉള്ള ആ ഒരു വിശേഷണമാണ്. അഥവാ അതിൻ്റെ എന്താണ് പരമാത്മാവ്, സനാതനധർമ്മ സിദ്ധാന്തമനുസരിച്ചുള്ള ഈശ്വര സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത്, അഥവാ പരമാത്മാവ് എന്ന് പറയുന്നത്, ഭൂതജാലങ്ങളുടെ എല്ലാം പുറത്തുമുണ്ട്, ഉള്ളിലുമുണ്ട്, ചരിക്കുന്നവയിലുമുണ്ട്, ചരിക്കാത്തവയിലുമുണ്ട്. സൂക്ഷ്മമായത് കാരണം ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമാണ്. അത് ദൂരത്തുമുണ്ട്, സമീപത്തുമുണ്ട്. പരമാത്മാവ് ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും കുടികൊള്ളുന്നു. അതിസൂക്ഷ്മരൂപമാകയാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ബ്രഹ്മത്തെ, പരമാത്മാവിനെ കാണുവാനോ അറിയുവാനോ കഴിയുകയില്ല. ഒരേ സമയം അതിവിദൂരസ്ഥനും അതേസമയം സമീപസ്ഥനുമാണ് അദ്ദേഹം. പാലിൽ വെണ്ണ എന്ന പോലെ, ഒരു ബാറ്ററിയിൽ വൈദ്യുതി എന്നതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു. എവിടെ എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആവില്ല, എന്നാലോ എല്ലായിടത്തുമുണ്ട്. ബാഹ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ അറിയാൻ കഴിയില്ല, അത് അനുഭവിച്ചേ അറിയാൻ കഴിയൂ. ഉദാഹരണത്തിന് പഞ്ചസാരയുടെ മധുരം. പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ മധുരം എന്താണെന്ന് അറിയാൻ കഴിയില്ല. അത് ഒരു തരി നാവിൽ വെച്ച് നോക്കിയാലേ മധുരമെന്ത് എന്ന് അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ. എന്നതുപോലെയാണ് ഈശ്വരനും, അതിനെ അനുഭവിച്ചറിയുവാനേ കഴിയുകയുള്ളൂ. ഈശ്വരൻ അകലെയെങ്ങോ ആണ് വസിക്കുന്നതെന്ന് കരുതിയാൽ അകലെയാണ്, തൻ്റെ ഉള്ളിലുണ്ടെന്ന് കരുതിയാൽ ഉള്ളിലുണ്ട്, തൻ്റെ സമീപത്തുണ്ടെന്ന് കരുതിയാൽ സമീപത്തുണ്ട്. സകല ചരാചരങ്ങളും ഈശ്വരനിൽ കുടികൊള്ളുന്നു. അതേസമയം ഈശ്വരൻ സകല ചരാചരങ്ങളുടെയും ഉള്ളിലും വസിക്കുന്നു. ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചാൽ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എവിടെയുമുണ്ട്. ഈശാവാസ്യം ഇദം സർവം. ഈശ്വരൻ ഈ ജഗത്തിലെ സർവ്വതിലും വസിക്കുന്നു. അത് സർവവ്യാപിയാണ്. ഇതാണ് സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പം. അതാണിവിടെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.